ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. ഇന്ന് ഞാനിവിടെ 4 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ ശരിയാണ്, അതെങ്ങനെയാണ് പ്രയോഗിക്കുന്നത്, അതാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഓക്കെ, ലെറ്റ് us start. Do you write? Did you write? Does you write? Does he write? ഇതാണ് 4 ക്വസ്റ്റ്യൻസ്. അതിൽ ഏതൊക്കെ ശരിയാണ്? ഡു യു റൈറ്റ് ശരിയാണ്. ഡിഡ് യു റൈറ്റ് ശരിയാണ്. ഡസ് യു റൈറ്റ് തെറ്റാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഡസ് ഹി റൈറ്റ് അത് ശരിയാണ്. ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് നോക്കാം. ഡു യു റൈറ്റ് എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലെ ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ സെൻറ്റൻസ് നോക്കാം. യു റൈറ്റ്, നിങ്ങൾ എഴുതുന്നു, അതാണ് എൻ്റെ സെൻറ്റൻസ്. അതായത് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്. യു റൈറ്റ് എ ലെറ്റർ നമുക്ക് പറയാം, അപ്പോൾ ലെറ്റർ ഓബ്ജക്റ്റ് ആയിട്ട് വരും. ഇനി ഇതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ യു റൈറ്റ് നിങ്ങൾ എഴുതുന്നു, അതിനെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഡു ചേർക്കും, എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പം ഡു യു റൈറ്റ് നിങ്ങൾ എഴുതുന്നു എന്നാവും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ശരിയാണ്. ഞാൻ അതിൻ്റെ മറ്റ് രൂപങ്ങൾ നോക്കാം. ഡോണ്ട് യു റൈറ്റ് നിങ്ങൾ എഴുതുന്നില്ലേ. യു ഡോണ്ട് റൈറ്റ് നിങ്ങൾ എഴുതുന്നില്ല. മനസ്സിലായല്ലോ? അതാണ് ആ ഡു യു റൈറ്റിൽ വരാമെന്നുള്ള പല പല രീതികൾ, പല പല സെൻറ്റൻസ് ആയിട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമെല്ലാം മനസ്സിലാക്കണമെന്ന് വിചാരിക്കും. നെക്സ്റ്റ്, ഈ ഡിഡ് യു റൈറ്റ് നമുക്ക് വിടാം. ഡസ് യു റൈറ്റ് എന്നുള്ളത് തെറ്റാണ്, അപ്പോൾ അതും വിടാം. അടുത്തേക്ക് പോവാം. ഡസ് ഹി റൈറ്റ് അവൻ എഴുതുന്നു, അതും ശരിയാണ്. എന്താണ് നോക്കാം. ഹി റൈറ്റ്സ് അവൻ എഴുതുന്നു. ഹി വന്നുകൊണ്ടാണ് റൈറ്റിൻ്റെ കൂടെ എസ് ചേർത്ത് അതിനെ സിംഗിളറാക്കിയത്. ഈ ഒരാളാണ്, അതുകൊണ്ട് തന്നെ സിംഗിളറാക്കി. ഹി റൈറ്റ്സ് അതിനെ ക്വസ്റ്റ്യൻ ആകണമെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിലൊരു ഡസ് ചേർക്കുക, എന്നിട്ട് ഈ എസിനെ കട്ട് ചെയ്യുക. ഡസ് ഹി റൈറ്റ് അവൻ എഴുതുന്നു. ഡസിൻ ഹി റൈറ്റ് അവൻ എഴുതുന്നില്ലേ. ഹി ഡസിൻ റൈറ്റ് അവൻ എഴുതുന്നില്ല. ചുരുക്കത്തിൽ ഇത് പ്രസന്റ് ടെൻസിലെ സിംഗുലർ വെർബ് വരുന്ന ഒരു സെന്റൻസ് ആണ്, അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും ശരിയാണെന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി അടുത്തേക്ക് പോകാം. ഡിഡ് യു റൈറ്റ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. യു റോട്ട് എ ലെറ്റർ. ലെറ്റർ ഇവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ ഒരു ലെറ്റർ എഴുതി. യു റോട്ട്. റൈറ്റ്, റോട്ട്, റിട്ടൺ. ഈ റോട്ടിന് മാറ്റി നമ്മൾ റൈറ്റ് ആക്കി ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിഡ് ഇടും. അപ്പോഴത്തേക്കും അത് ഉണ്ടാവും, ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് മാറും. അതായത് അതിൻ്റെ രൂപം എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ചുരുക്കത്തിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഡിഡ് ഇടുക, ഇതിനെ അതിൻ്റെ ബേസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഏത് വെർബാണോ അതിനെ അതിൻ്റെ ബേസ് ഫോമിലേക്ക് മാറ്റുക, അത്രയേ ഉള്ളൂ. ഡിഡ് യു റൈറ്റ് നിങ്ങൾ എഴുതിയോ. ഇവിടെ യു റൈറ്റ് നിങ്ങൾ എഴുതി. ഡിഡ് യു റൈറ്റ് എന്നാകുമ്പോൾ നിങ്ങൾ എഴുതിയോ എന്നാവും. ഇനി അടുത്തത്, ഡിഡിൻറ്റ് യു റൈറ്റ് നിങ്ങൾ എഴുതിയില്ലേ. യു ഡിഡിൻറ്റ് റൈറ്റ് നിങ്ങൾ എഴുതിയില്ല. ഇതാണ് ഇതിൻ്റെ പ്രയോഗം. ഇതിനകത്ത് സംശയമൊന്നും വരാൻ വഴിയില്ല, വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് ഇത് ശരിയാണ്, ഇത് പ്രസന്റ് ടെൻസ് ആണ്, ഇത് പാസ്റ്റ് ടെൻസ് ആണ്. ഇങ്ങനൊരു പ്രയോഗം ഇല്ല. ഇതും ശരിയാണ്, ഇത് പ്രസന്റ് ടെൻസിലെ സിംഗിൾ വന്നപ്പോഴുള്ള പ്രയോഗം, ഇത്രയേ ഉള്ളൂ. Okay, dear friends, if you like this, please support me. This is Fayumar signing off until we meet again with another interesting video.